ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏതൊരു മനുഷ്യനും സന്തോഷത്തിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലരും പല രീതിയിലാണ് അതിനെ നോക്കിക്കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും ഏത് ആറ്റിറ്റ്യൂഡിൽ അത് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു രീതി അല്ലെങ്കിൽ ഒരു മെത്തേഡ് ആഗ്രഹിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടാണെങ്കിലും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ബ്രെയിനിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നത് മീഡിയ വഴിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലൈംഗികതയിൽ കാമം കൂടുതലുള്ള പങ്കാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു കാര്യം എന്തിനാണ് ഷെയർ ചെയ്യുന്നത്? ഒരു സന്തോഷവും സംതൃപ്തിയും കിട്ടാൻ വേണ്ടി മാത്രമാണോ? അതിന് മറ്റെന്തെല്ലാം മാർഗമുണ്ട്? ഒരു പ്രത്യേക രീതിയിലുള്ള അനുഭൂതിയല്ലേ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതെന്താണെന്നോ എങ്ങനെയാണെന്നോ അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, അവരവരുടെ ജെൻഡറിനനുസരിച്ചുള്ള ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ച് അവന് പൗരുഷം ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് ഈ സമയത്താണ്. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചും അവരുടെ സ്ത്രൈണത ഓരോന്നും അനുഭവിച്ചറിയുന്നതും ഈ സമയത്താണ്. ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷേ അവരുടെ മനസ്സ് ഈ സമയത്ത് പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക തലത്തിലാണ്. എന്നുവെച്ചാൽ ഈ സമയത്തുള്ള സങ്കല്പത്തിനകത്ത് പലരും കയറി വരുന്നുണ്ട്. എന്നുവെച്ചാൽ ഇതിനു വേണ്ടിയുള്ള മാനസിക ഊർജം കിട്ടുന്നത് പല തരത്തിലാണ്. എന്നുവെച്ചാൽ നമ്മൾ പേഴ്സണലായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങൾക്കകത്തും ഇൻഡയറക്റ്റായിട്ട് മറ്റുള്ളവരുടെ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ പങ്കാളി മുകളിൽ വരുന്ന രീതിയാണെങ്കിലും അവിടെ നമ്മൾ അറിയാതെ ആരെയോ അനുകരിക്കുന്നുണ്ട്. ഇപ്പോൾ പങ്കാളികൾ തമ്മിൽ ഇഷ്ടത്തോടെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എങ്ങനെങ്കിലും ചെയ്തങ്ങ് അവസാനിപ്പിക്കുമല്ലോ. അതിൻ്റെ പിന്നിൽ നമ്മൾ കുറേ നാൾ കണ്ട ഒരു ഫാൻറ്റസി ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടപ്പോൾ അത് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട് കാണും. പ്രത്യേകിച്ചും ഈ സമയത്ത് അതിനകത്തെ നായികയുടെ റെസ്പോൺസ്. നമ്മുടെ ബ്രെയിനിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ചില കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമുക്കും അത് അനുകരിക്കാൻ തോന്നും. ആ സമയത്തെ അവരുടെ ചില മൂമെൻറ്റ്സ്, പിന്നെ ഫേസിൽ എക്സ്പ്രഷൻസ്, പിന്നെ കൈകൊണ്ട് ചെയ്യുന്ന ചില ക്രിയകൾ, ഇതൊക്കെ നമ്മൾ കോപ്പി ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഏത് രീതിയാണെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള ചില ക്രമങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ ഏതോ ഒരു സ്പോട്ടിൽ ചെന്നിട്ട് മാത്രമേ ഡീവിയേറ്റ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് ഇതും. ഇവിടെ നമ്മളതിനെ മൂഡാക്കുക എന്ന് പറയും. അതെന്തിനാണെന്നറിയാമോ? നമ്മുടെ എനർജി ലെവലും മൈൻഡ് സെറ്റും ഒരു പ്രത്യേക രീതിയിലായിരിക്കും പിന്നെ പ്രവർത്തിക്കുന്നത്. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ. ചില പങ്കാളികൾ തമ്മിൽ സ്ഥിരമായിട്ട് ബന്ധപ്പെടാറുണ്ട്. എന്നാൽ ചിലരാണെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ. എന്നാൽ മറ്റ് ചിലരാണെങ്കിലോ സാഹചര്യം ഉണ്ടെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്യാറേ ഇല്ല. ഇതിന് പല കാരണങ്ങളുണ്ട്. എന്നാലും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂഡാകുന്ന അല്ലെങ്കിൽ മൂഡാക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് എന്ത് കാര്യവും താല്പര്യത്തോടെ ചെയ്യണമെങ്കിലും അതിൻ്റേതായിട്ടുള്ളൊരു മൂഡ് വരണം. അപ്പോൾ എങ്ങനെ ഈ അവസ്ഥയിലേക്ക് വരുന്നു അതനുസരിച്ചാണ് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതിനുവേണ്ടി തുടക്കത്തിൽ പലതരത്തിലുള്ള ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഇതിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യവും വേണം. നല്ല കാമവികാരമുള്ളവരെ സംബന്ധിച്ച് അവരുടെ സംസാരത്തിനും പെരുമാറ്റത്തിനും ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മൂഡാക്കൽ എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും ഓട്ടോണോമസ് നെർവസ് സിസ്റ്റവും ഒന്നിച്ച് ചെയ്യുന്ന സങ്കീർണമായ ഒരു പ്രവൃത്തിയാണ്. അപ്പം നമ്മുടെ മെൻ്റൽ ബാങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇമേജസ് ഒക്കെ വേണം. എങ്കിലേ സമയം വരുമ്പോൾ എടുക്കാൻ പറ്റത്തുള്ളൂ. ചിലരെ സംബന്ധിച്ച് അവിടെയുള്ളത് നെഗറ്റീവ് ചിന്തകളാണ് കൂടുതലും. ഒരു പക്ഷേ അത് പങ്കാളിയെക്കുറിച്ചാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യമായിട്ട് ബന്ധപ്പെട്ടതാകാം. ഇപ്പോൾ ഏത് മെത്തേഡാണെങ്കിലും ചെയ്യിപ്പിക്കുന്ന ആളുമുണ്ട്, ചെയ്യുന്ന ആളുമുണ്ട്. ഇപ്പോൾ ഈ ഒരു മെത്തേഡിൽ കൂടുതൽ സമയവും സ്ത്രീ പങ്കാളിക്ക് ചെയ്യുന്ന റോളാണ് ഉള്ളത്. അപ്പോൾ ഇതിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കേണ്ടത് പുരുഷ പങ്കാളിയാണ്. എന്നുവെച്ചാൽ ഇതിൻ്റെ അവസാനം വരെ അതിൻ്റെ ആ ഒരു ശക്തി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. തന്നെയല്ല ഇടയ്ക്ക് സ്പീഡ് കൂടാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെയുള്ള ചുംബനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം വരുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെയാണ് ഫോർപ്ലേയുടെ കാര്യം. അതിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. കാരണം നമുക്കിഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള സമയങ്ങളിലാണ് ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഡോപ്പാമൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഡ്രിങ്ക്സ് കഴിക്കുന്നത് കൂടുതലും ഇഷ്ടമുള്ളവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ കഴിക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയങ്ങളിലാണ് കൂടുതലും ഹാപ്പിയായിട്ട് കാണുന്നത്. ഈ സമയത്ത് ഹാപ്പി ഹോർമോൺസ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതില്ലാത്ത ദിവസം ഒരു പ്രത്യേക ബോറിങ്ങും തോന്നും. അതുപോലെ ഇതിനകത്ത് നാവ് കൊണ്ടും ചുണ്ടുകൊണ്ടും ഒക്കെ എന്ത് ക്രിയകൾ ചെയ്യുമ്പോഴും ശാന്തമായ മൈൻഡ് സെറ്റോടെ ചെയ്യണം.
അതുപോലെ ഫേസിലും മാറിടത്തിലും ഒക്കെ പല ക്രിയകൾ ചെയ്യുമ്പോഴും അതിൻ്റെ റിസൾട്ട് വരുന്നത് യോനി ഭാഗത്താണ്. യഥാർത്ഥത്തിൽ പുരുഷനെ സംബന്ധിച്ച് ഈ സമയത്ത് പങ്കാളിയുടെ ഫേസ് ഒരു ഉത്തേജന ഫാക്ടറായിട്ട് മാറുന്നുണ്ട്. അതുപോലെ നന്നായിട്ട് ലൂബ്രിക്കേഷൻ വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരവും മനസ്സും പൂർണ്ണമായിട്ടും ഇത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ മുഖത്തും കണ്ണുകളിലുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ വികാര വിചാരങ്ങൾ പ്രതിഫലിക്കുന്നത്. അതുപോലെ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, പുരുഷനെ സംബന്ധിച്ച് തുടക്കത്തിൽ അത്ര വലിയൊരു മൂഡ് വരണമെന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഡീപ്പ് ബ്രീത്ത് എടുത്ത് റിലാക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ക്ലിറ്റോറിസിൽ സ്ട്രോക്ക് കിട്ടുന്നതിന് മുൻപ് പല ഭാഗങ്ങളിലും പല ജോലികളും ചെയ്യാനുണ്ട്. എന്നുവെച്ചാൽ അവിടെ ഒരു ആകാംക്ഷ ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിലെ ഹൈപ്പോതലാമസ് എന്ന ഭാഗമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്, പ്രത്യേകിച്ചും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോൺസിനെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആകാംക്ഷ കൂടുന്തോറും ഇതിൻ്റെ പ്രവർത്തനം കൂടുതലായിട്ട് നടക്കും. ചില പുരുഷന്മാരെ സംബന്ധിച്ച് ഈ സമയത്ത് പങ്കാളിയെ ആകാംക്ഷയുടെ മുൾമുനയിലെത്തിക്കും. അതിനുശേഷം മാത്രമേ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ കടക്കത്തുള്ളൂ. ഈ ഒരു മെത്തേഡിനകത്ത് ശരിക്കും പറഞ്ഞാൽ 2 പേരുടെയും ഭാഗം അവരവർ തന്നെ ക്ലിയർ ആക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ പുരുഷനെ സംബന്ധിച്ച് ഇവിടെ അവൻ്റേതായ കൺട്രോൾ വേണം, അതും മനസ്സുകൊണ്ട് ചെയ്യേണ്ടതാണ്. ഇനി ഇടയ്ക്ക് വെച്ച് നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നുവാണെങ്കിൽ മൂക്കിൽ കൂടി ഡീപ്പായിട്ട് ശ്വാസമെടുത്ത് വായിൽ കൂടി എക്സേൽ ചെയ്യണം. കാരണം ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പാകുന്നത് സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് വല്ലാത്ത നിരാശയുണ്ടാക്കും. പ്രത്യേകിച്ചും ഈ സമയത്ത് ഫോർവേഡ് ബെൻഡ് ചെയ്യുമ്പോൾ മാറിടത്തിൻ്റെ ഭാഗത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ഷെയറിങ്ങിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ ഏത് രീതിയിൽ അത് സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നുവെച്ചാൽ ഏത് ക്രിയയാണെങ്കിലും ബ്രെയിൻ സിസ്റ്റത്തിന് അതുമായിട്ട് റാപ്പോർട്ട് ആകാനുള്ള സമയം കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പങ്കാളി ഓരോ ആക്ഷൻ ചെയ്യുമ്പോഴും അതിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്തുള്ള എല്ലാ പങ്കാളികളുടെ ഉദ്ദേശം എന്താണ്? പൂർണ്ണമായ സംതൃപ്തി. അപ്പോൾ എങ്ങനെയെങ്കിലും രതിമൂർച്ചയിൽ വരുന്നതിനുപരിയായിട്ട് ഏത് മാർഗത്തിൽ കൂടിയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരിൽ കാമത്തിൻ്റെ ഊർജം കൂടുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നുവെച്ചാൽ ഇതിനകത്ത് ചില ക്രിയകൾ ചെയ്യുമ്പം തന്നെ മനസ്സിൻ്റെ ശ്രദ്ധയെ അവന് ബോധപൂർവം മാറ്റേണ്ടതായിട്ടുണ്ട്. എന്നുവെച്ചാൽ പങ്കാളിയുടെ ആ ഒരു മൂഡും സുഖവും മാത്രം കണക്കിലെടുത്ത് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അവിടെ ഒരു പൂർണ്ണ സംതൃപ്തി കിട്ടത്തുള്ളൂ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.